ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭയുടെ സീനിയർ ശാബത്ത് സ്കൂൾ പാഠത്തിലേക്ക് ദൈവമക്കളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും എന്ന ആപ്തവാക്യത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം അതിൻ്റെ 7ാമത്തെ പാഠത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ആഴ്ചയിൽ നാം പഠിക്കുന്ന ഹെഡിങ് തിന്മ എന്ന പ്രശ്നം. 7ാമത്തെ പാഠം നാം ചർച്ച ചെയ്യുന്നു. ഈ പാഠത്തിൻ്റെ ഹെഡിങ് തിന്മ എന്ന പ്രശ്നം. മനപ്പാഠവാക്യം വെളിപാടിൻ്റെ പ്രവചനം 21-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. അതിപ്രകാരം പറയുന്നു, അവൻ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. വെളിപ്പാട് പ്രവചനം 21-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് നാം മനപ്പാഠവാക്യമായി പഠിക്കുന്നത്. അതിപ്രകാരം പറയുന്നു, ദൈവം അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. കാരണം എന്താണ്? ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. എല്ലാ ദൈവമക്കളുടെയും പ്രത്യാശയുടെ ഒരു വചനമാണ് ഈ ഒരു മനപ്പാഠവാക്യം, അല്ലേ? ഈ ലോകത്തിൽ നിലനിൽക്കുന്ന തിന്മ എന്ന പ്രശ്നം എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ പത്മോസിലെ യോഹന്നാൻ തൻ്റെ ദർശനത്തിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടായി പറയുന്നത്. കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു അനുഭവം, മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഒന്നും ഉണ്ടാകുകയില്ല എന്നിവിടെ പറയുന്നു. ആമുഖത്തിൽ ലേഖകൻ പറയുന്നത് ക്രിസ്ത്യാനികൾ നേരിടുന്ന ഏറ്റവും വലിയ സങ്കീർണമായ പ്രശ്നം എന്ന് പറയുന്നത് തിന്മ എന്ന പ്രശ്നമാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം സമ്പൂർണമായും നല്ലവനും സ്നേഹിക്കുന്നവനും കരുണയുള്ളവനുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും എന്തുകൊണ്ട് ഇത്രത്തോളം തിന്മ പെരുകുന്നു? നാം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ദൈവം നല്ലവനും വിശ്വസ്തനും കരുണയുള്ളവനും ദൈവമുള്ളവനും ഒക്കെ ആണെങ്കിൽ പോലും എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ഇത്രത്തോളം തിന്മ വർദ്ധിക്കുന്നു? ഇവിടെ ലേഖകൻ പറയുന്നത് ഇതൊരു വെറും ചോദ്യമായിട്ടല്ല നാം ചോദിക്കുന്നത്, പക്ഷേ അനേകർ ആഴമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം ഈ ഒരു തിന്മ എന്ന പ്രശ്നം അനേകരെ വിഷമത്തിലാക്കുന്നു. അതുകൊണ്ട് അനേകർ ഈ ചോദ്യം ചോദിക്കുകയും ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെ ലേഖകൻ പറയുന്നത് പല നിരീശ്വരവാദികളും നിരീശ്വരവാദിയാകുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ തിന്മ ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. ലേഖകൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നൊരു വിഷയം, അനേകർ നിരീശ്വരവാദികളായി മാറുവാനുള്ള കാരണമെന്ന് പറയുന്നത് തിന്മ ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അവരെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ കഷ്ടങ്ങളും മരണങ്ങളും ദുഃഖങ്ങളും മുറവിളിയൊക്കെ ഉണ്ടായിട്ടും ദൈവം ഇതൊന്നും കാണുന്നില്ലയോ? അനേക നിരീശ്വരവാദികൾ ഉന്നയിക്കുന്നൊരു ചോദ്യമാണ്, ഇതെല്ലാം ദൈവം കാണുന്നില്ലയോ, ദൈവമില്ലയോ എന്നൊക്കെ അനേകർ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ആഴ്ചത്തെ പാഠത്തിലും അടുത്ത ആഴ്ചത്തെ പാഠത്തിലും ഇത്രയും തിന്മ ഈ ലോകത്തെ മൂടിയിട്ട് പോലും എന്തുകൊണ്ട് ദൈവമക്കൾക്ക് ഇപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയും? ഇതാണ് ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും നാം പഠിക്കുന്ന പ്രധാന വിഷയം. അപ്പോൾ ഇത്രത്തോളം തിന്മ പെരുകുന്നു എങ്കിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ എന്തുകൊണ്ട് ഇപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നു? ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദൈവമേ എത്രത്തോളം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദൈവമേ എത്രത്തോളം. ആ ഹെഡിങ്ങിൽ തന്നെ എല്ലാം ഉണ്ട്. തിന്മ എന്ന പ്രശ്നം എത്രത്തോളം ഈ ഭൂമിയിൽ നിലനിൽക്കും എന്നതാണ് ദൈവമക്കൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ദൈവമേ എത്രത്തോളം.
ലേഖകൻ പറയുന്നത് തിന്മയുടെ പ്രശ്നം ഇന്ന് നാം കാണുന്ന ഒരു സമകാലിക പ്രശ്നമല്ല. തിരുവെഴുത്തിലുടനീളം ഉൽപ്പത്തി മുതൽ വെളിപാടിൻ്റെ പ്രവചനം പഠിക്കുന്നത് വരെ 66 പുസ്തകങ്ങളിലൊക്കെയും തിന്മയുടെ പ്രശ്നം ഉടനീളം ആവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. ഇവിടെ മനുഷ്യ അനുഭവങ്ങളുടെ നിരയിൽ തിന്മയുടെ പ്രശ്നം എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഇവിടെ ചോദിക്കുകയാണ്. മനുഷ്യ അനുഭവങ്ങളുടെ നിരയിൽ നോക്കുമ്പോൾ തിന്മയുടെ പ്രശ്നത്തെ എങ്ങനെയാണ് ഓരോരുത്തർ അവരെ ജീവിതത്തിൽ ബാധിക്കുന്നത് എന്നിവിടെ ചോദിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും. ഇയ്യോബിൻ്റെ പുസ്തകം 30:26 ഇയ്യോബ് പറയുകയാണ്, ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു, വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. അപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ് ഇയ്യോബ് പറയുന്നത്. അദ്ദേഹം നന്മയ്ക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ തിന്മ വന്നു, മറിച്ച് വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു എന്ന് യിരെമ്യാവ് പറയുന്നു. കാരണം യിരെമ്യാവ് ചോദിക്കുന്ന ഒരു ചോദ്യം, ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദുഷ്ടന്മാരുടെ വഴി ഇത്ര ശുഭമായിരിക്കാൻ സംഗതി എന്ത്? കൂടാതെ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു, ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയമായിരിക്കുന്നത് എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയമായിരിക്കുന്നത് എന്ത്? ഇതൊക്കെ ഓരോ വ്യക്തികളും ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വീണ്ടും യിരെമ്യാവിൻ്റെ പ്രവചനം തന്നെ 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 13-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു, ഇങ്ങനെ എനിക്ക് ഭവിപ്പാൻ സംഗതി എന്ത് എന്ന് ഹൃദയത്തിൽ നീ ചോദിക്കുന്നുവെങ്കിൽ നിന്റെ അകൃത്യ ബഹുത്വം നിമിത്തം നിന്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പ് നീങ്ങിയും നിന്റെ കുതികാലിന് അപമാനം വന്നുമിരിക്കുന്നു എന്ന് സ്വയം അറിയുവാൻ യിരെമ്യാവിനോട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് സംഭവിപ്പാൻ സംഗതി എന്ത് എന്ന് നാം ചോദിക്കുന്നുവെങ്കിൽ യിരെമ്യാവിനോട് ദൈവം പറയുന്നു, നിന്റെ അകൃത്യ ബഹുത്വം നിമിത്തമാണ്. അകൃത്യം അത് വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെയും സംഭവിക്കുന്നതെന്ന് യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നു. വീണ്ടും മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായം 17-ാം വാക്യം, മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ അവനെ മുഷിപ്പിക്കുന്നു എന്ന് സ്വയം നിങ്ങൾ ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ഇപ്പം മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ തന്നെ യഹോവയെ മുഷിപ്പിക്കുന്നു, അല്ലേ? ഏതിനാൽ ഞങ്ങൾ യഹോവയെ മുഷിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ചിലരുടെയൊക്കെ ഒരു അഭിപ്രായം പറയുന്നത്, ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു എന്നാണ് ചിലരുടെയൊക്കെ ധാരണ. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു എന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. അല്ലെങ്കിൽ അവർ ചോദിക്കും, അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ? അപ്പോൾ ദോഷം പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ മേൽ യഹോവയ്ക്ക് പ്രസാദമുണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നു, അല്ലേ? വീണ്ടും സങ്കീർത്തനം 10:1 യഹോവയിൽ നിന്ന് ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതെന്ത്, അല്ലേ? സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു 10-ാം അധ്യായം 1-ാം വാക്യം, യഹോവേ, നീ ദൂരത്ത്, എനിക്ക് അനർത്ഥങ്ങൾ വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നീ എന്തിനാണ് ദൂരത്ത് അകന്ന് നിൽക്കുന്നത്? കൂടാതെ എൻ്റെ ജീവിതത്തിൽ കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നത് എന്തുകൊണ്ട്? ഇതൊക്കെ ദൈവമക്കൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ലേഖകൻ ഇവിടെ അനേക ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുകയാണ്. ലേഖകൻ പറയുന്നത്, ദുഷ്ടന്മാർ തഴയ്ക്കുന്നതും ദുഷ്ടത പ്രവർത്തിക്കുന്നവർ അവരുടെ ദുഷ്ടതയിൽ പ്രയോജനപ്പെടുന്നതും എന്തുകൊണ്ട് എന്നിവിടെ ചോദിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, എല്ലായ്പ്പോഴും അങ്ങനെയല്ല എങ്കിലും പലപ്പോഴും അങ്ങനെ ആയിരിക്കുന്നത് എന്തുകൊണ്ട്? ഇനി മൂന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് നീതിമാന്മാർ ഇത്രയധികം കഷ്ടത അനുഭവിക്കുന്നത്? നാലാമത്തെ ചോദ്യം, ദുഷ്ടത നടക്കുമ്പോൾ ദൈവം എവിടെയാണ്?
അഞ്ചാമത്തെ ചോദ്യം, ദൈവം നമ്മിൽ നിന്ന് അകലെ ആയിരിക്കുന്നുവെന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്നും നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ട്? ഇതൊക്കെ മനുഷ്യർ സ്വാഭാവികമായും ഞാൻ ഉൾപ്പെടെ നിങ്ങളുൾപ്പെടെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിലെ വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ അധികം പെരുകുമ്പോൾ, തിന്മ അധികമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ നാം ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ ഈ ചോദ്യങ്ങളെ സംബന്ധിച്ച് നാം എന്ത് പറഞ്ഞാലും തിന്മ എന്ന വിഷയത്തെ നാം ഒരിക്കലും നിസാരമാക്കി കളയരുത് എന്ന് ലേഖകൻ പറയുകയാണ്. തിന്മ എന്ന വിഷയത്തെ ഒരിക്കലും നാം ഒരു നിസാര വാക്കായി നിസാരമാക്കി കളയരുത്. കാരണം നാം അതിൻ്റെ തരത്തെയോ അതിൻ്റെ അളവിനെയോ അതിൻ്റെ ആഴത്തെയോ നാം ഒരിക്കലും കുറച്ച് കാണുവാൻ പാടില്ല. കാരണം തിന്മ എന്നത് ഏറ്റവും വളരെ മോശവും ദൈവം ഏറ്റവും അധികം വെറുക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾ ദൈവത്തോട് ചോദിക്കുന്നത്, എന്താണ് പാഠത്തിൻ്റെ ഹെഡിങ്? ദൈവമേ എത്രത്തോളം, ഈ തിന്മ എത്രത്തോളം ഈ ഭൂമിയിൽ നിലനിൽക്കും അല്ലേ? യേശുവിൻ്റെ ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷയിലും ക്രൂശീകരണ അനുഭവത്തിലും കർത്താവ് തന്നെ ഈ തിന്മയുടെ പ്രശ്നത്തെ നേരിടുകയുണ്ടായി. ക്രൂശിൻ്റെ തൻ്റെ അനുഭവത്തിൽ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം ഇപ്രകാരം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം ഇപ്രകാരം പറയുന്നു. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ ശബത്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്താണ് ആ വചനത്തിൻ്റെ അർത്ഥം? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അപ്പോൾ ഈ തിന്മയുടെ ആ പ്രശ്നം കർത്താവ് പോലും ഈ ലോകത്ത് തൻ്റെ ക്രൂശീകരണ അനുഭവത്തിൽ അത് അനുഭവിക്കുകയുണ്ടായി. അപ്പോൾ ഈ തിന്മ എത്രമാത്രം ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നുവെന്ന് ഈ വാക്യങ്ങളിലൂടെ നാം മനസ്സിലാക്കും. ക്രൂശിലെ കഷ്ടപ്പാടിൽ ശക്തമായി ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് അല്ലേ? എങ്കിലും ഈ സങ്കീർത്തന ഭാഗത്ത് 22-ാം സങ്കീർത്തനത്തിലാണ് ആ ഒരു വചനം പറയുന്നത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ജനക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്ത്? ആ 22-ാം സങ്കീർത്തനം ഈ ഒരു ചോദ്യം ചോദിക്കുന്നുവെങ്കിലും ആ 22-ാം സങ്കീർത്തനം നാം മുഴുവനായി വായിക്കുമ്പോൾ അവസാനം യഹോവയെ അന്വേഷിക്കുന്നവർ, അതിൻ്റെ 26-ാം വാക്യം, യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും, നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. അപ്പോൾ 22-ാം അധ്യായത്തിൽ ആദ്യത്തെ ചോദ്യം വേദന നിറഞ്ഞ ചോദ്യമാണെങ്കിൽ പോലും 22-ാം അധ്യായത്തിൻ്റെ അവസാനം പ്രത്യാശ നൽകുന്ന വചനങ്ങളാണ് അല്ലേ? യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും, നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. വീണ്ടും 30-ാം വാക്യം 22-30, സങ്കീർത്തനം 22-30, ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അപ്പോൾ തുടക്കത്തിൽ വേദന തോന്നിയാലും, തിന്മ എന്ന പ്രശ്നം ജീവിതങ്ങളിൽ കടന്നു വരുമ്പോൾ വേദന തോന്നിയാലും ദൈവമക്കൾക്ക് അതിലൊരു വലിയ പ്രത്യാശയുണ്ട്. കാരണം വിജയം ദൈവമക്കളുടേതാണ് എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, തിന്മ എന്ന വലിയ വിഷയം നമ്മെ മുഷിപ്പിക്കുമ്പോൾ നാം എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമേ എത്രത്തോളം ഈ തിന്മ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കും എന്ന് നാം അറിഞ്ഞോ അറിയാതെ ചോദിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു പ്രത്യാശയുടെ വചനം പറയുന്നു, ദൈവമക്കൾ ഇതിനെ അതിജീവിക്കും. ദൈവം നമുക്ക് അന്ത്യത്തിൽ ഇതിൻ്റെ മേലൊരു വിജയം നൽകും. തിന്മ എന്ന ഈ വിഷയം കർത്താവ് എന്നേക്കുമായി ഉന്മൂലനം ചെയ്യും എന്ന് ഞായറാഴ്ചത്തെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളുമുണ്ട്. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ തിങ്കളാഴ്ച ആമുഖത്തിലെ ലേഖകൻ പറയുന്നത് തിന്മയുടെ മേൽ, കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ച അതേ ഭാഗത്തിൻ്റെ തുടർച്ചയാണ്, തിന്മയുടെ മേൽ എന്നേക്കുമായി അന്ത്യകാലത്ത് ഒരു വിജയമുണ്ടാകും. അതാണ് നമ്മൾ പഠിച്ച മനപ്പാഠ വാക്യം അല്ലേ? ഇനി മരണം ഉണ്ടാകുകയില്ല, കഷ്ടതയും മുറവിളിയും ദുഃഖവും ഇനിയും ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി.
അപ്പോൾ തിന്മയുടെ മേൽ സ്നേഹത്തിൻ്റെ ഒരു വിജയമുണ്ടാകുമെന്ന് തിങ്കളാഴ്ചത്തെ ഭാഗത്തിൽ ആമുഖത്തിൽ പറയുന്നു. നമ്മെ ശല്യപ്പെടുത്തുന്ന അനേക വിഷയങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങൾ നമ്മെ ശല്യപ്പെടുത്തിയാലും ഇതിൻ്റെ മേൽ നമുക്കൊരു വിജയമുണ്ട് എന്നിവിടെ പറയുന്നു. ഇവിടെ തിങ്കളാഴ്ചത്തെ ഭാഗത്തിൽ ഇയ്യോബിൻ്റെ ജീവിതമാണ് പ്രതിപാദ്യ വിഷയമായി പറയുന്നത്. എല്ലാ ദൈവമക്കൾക്കും അറിയാവുന്നൊരു വ്യക്തിയാണ് ഇയ്യോബ്. ഇയ്യോബ് നേരുള്ളവനും നിഷ്കളങ്കനും, അല്ലേ, ദോഷം വിട്ടകലുന്നവനും ഒക്കെ ദൈവത്തിന് നല്ലൊരു സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു മഹാമനുഷ്യനായിരുന്നു ഇയ്യോബ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നതായ വലിയ തിന്മ എന്ന വലിയ പ്രശ്നം അദ്ദേഹത്തെ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബാധിച്ചുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ജീവിതത്തിൽ ഇത്രയും വേദനകൾ കടന്നു വന്നപ്പോൾ, മാറാ രോഗങ്ങൾ അദ്ദേഹത്തെ പിടിപെട്ടപ്പോൾ ഇയ്യോബ് തന്നെ ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. നാം ചോദിക്കുന്ന പോലെ തന്നെ ഇയ്യോബും ദൈവത്തോട് അനേക ചോദ്യങ്ങൾ ചോദിച്ചു. ഇത്രയും തിന്മയും കഷ്ടതയും എൻ്റെ മേൽ എന്തുകൊണ്ട് വന്നു, അല്ലേ? പക്ഷേ ഇന്നത്തെ പാഠത്തിൽ പറയുന്നത് സ്വർഗീയ കോടതിയിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന പല സംഭവങ്ങളും നമുക്കറിയണമെന്നില്ല. വാക്കുകൾ ശ്രദ്ധിക്കുക. സ്വർഗീയ കോടതിക്ക് ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന പല സംഭവങ്ങളും നമുക്കറിയണമെന്നില്ല. പാഠത്തിൻ്റെ ഹെഡിങ് നോക്കിക്കേ, നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളുമുണ്ട്. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളുമുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനർത്ഥം വന്നു? നാം അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ എൻ്റെ യഥാർത്ഥ കാരണം ആ സ്വർഗീയ കോടതിയിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നത് നമുക്കറിയണമെന്നില്ല. എന്തുകൊണ്ട് ഈ ജീവിതത്തിൽ ഈ വേദന വന്നു എന്ന് നമുക്കറിയണമെന്നില്ല, അല്ലേ? അതുകൊണ്ട് ഇയ്യോബിന് ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഇയ്യോബിന് ദൈവത്തോടൊന്ന് അഭിമുഖമായി ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഇയ്യോബിന് ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായി. ഇയ്യോബിനൊരു വലിയ ആഗ്രഹം, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ അനർത്ഥം വന്നു, അതെൻ്റെ ദൈവത്തോട് മുഖാമുഖമായി ഒരു കൂടിക്കാഴ്ച നടത്തണമെന്ന് ഇയ്യോബിന് വലിയ ആഗ്രഹം. അങ്ങനെ ഇയ്യോബ് പല ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണ്. ഇയ്യോബ് പല ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു. അതിന് ഉത്തരമായിട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ദൈവം ഇയ്യോബിനോട് തിരിച്ചു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതികരണം അവിടെ കാണുന്നു. ഇയ്യോബിൻ്റെ ചോദ്യങ്ങൾക്കുള്ള പ്രതികരണം 38-ാം അധ്യായം, ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഇയ്യോബിനോട് ചുഴലിക്കാറ്റിൽ യഹോവ ഉത്തരമരുളുന്നു. 38-ാം അധ്യായം ആരംഭം മുതൽ വായിക്കുമ്പോൾ എൻ്റെ 2-ാം വാക്യം വായിക്കുന്നത്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഇവൻ ആർ, അല്ലേ? അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവൻ ആർ. വീണ്ടും പറയുന്നു, നീ പുരുഷനെ പോലെ ആരാ മുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, എനിക്ക് നീ ഉത്തരം പറക. ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ അല്ലെങ്കിൽ യഹോവ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 1. നീ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. വീണ്ടും യഹോവ ചോദിക്കുന്നു, അതിൻ്റെ അളവ്, അടിസ്ഥാനം ഇട്ടപ്പോൾ അതിനൊരു അളവും ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലേ? അതിൻ്റെ അളവ് നിയമിച്ചവനാർ നീ അറിയുന്നുവോ? അല്ലെങ്കിൽ അതിന് അളവ് നൂല് പിടിച്ചവനാര്? നീ ഉത്തരം പറക. അടുത്ത് വീണ്ടും ചോദിക്കുന്നു, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ച് ആർക്കുകയും ചെയ്ത ഒരു നിമിഷമുണ്ട് ആ സൃഷ്ടിപ്പിൻ്റെ നാളിൽ, ആ ഉൽപ്പത്തിയുടെ അനുഭവത്തിൽ. ആ സമയത്ത് അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേലാണ് ഉറപ്പിച്ചിരിക്കുന്നത്, അല്ലേ? സൂര്യന്, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഈ പ്രഭാത നക്ഷത്രങ്ങൾ ഏത് അടിസ്ഥാനത്തിന്മേലാണ് ഉറപ്പിച്ചിരിക്കുന്നത്? നീ ഉത്തരം പറക. വീണ്ടും അതിൻ്റെ മൂലക്കല്ലിട്ടവനാർ എന്ന് ചോദിക്കുകയാണ്. അല്ലെ 8-ാം വാക്യം, ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ഈ ചാടി പുറപ്പെടുമ്പോൾ അതിനെ കതകുകളാൽ അടച്ചവനാർ. ഇപ്പോൾ സമുദ്രം ഇങ്ങനെ ഗർവത്തോടെ ചാടി നമ്മെ നശിപ്പിക്കുവാൻ വരുമ്പോൾ അതിനെ കതകുകളാൽ അടച്ച് ഇത്രമാത്രം മതി, ഇതുവരെ വന്നാൽ മതി എന്ന് ആ സമുദ്രത്തോട് പറയുന്നത് അവനാർ. വീണ്ടും ചോദിക്കുന്നു, അന്ന് ഞാൻ മേഘത്തെ അതിൻ്റെ ഉടുപ്പും കൂരിരുളിനെ അതിൻ്റെ ചുറ്റാടയുമാക്കി. ഞാൻ ഈ സമുദ്രത്തിന് ഒരു അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം. കടലിനോട് പറയുകയാണ്, അല്ലെങ്കിൽ സമുദ്രത്തോട് പറയുകയാണ്, നിനക്ക് ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, അല്ലേ? ഒരു ലാൻഡ്മാർക്ക് ഇടുക, ഒരു വരയിട്ട് കൊടുക്കുകയാണ്.
ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു. ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു. അല്ലേ? അങ്ങനെ കുറേ ചോദ്യങ്ങൾ യോബിനോട് ചോദിക്കുകയാണ്. യോബിന് ഉത്തരം മുട്ടിപ്പോയി. യോബിന് മറുപടി പറയാനൊന്നുമില്ല. യോബ് അവിടെ സ്വയം സമ്മതിക്കുകയാണ്. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 3-ാമത്തെ വചനം വായിക്കുമ്പോൾ, യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ യോബ് അതിന് മറുപടിയായി പറയുന്നു, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. പല അനർത്ഥങ്ങൾ, പല തിന്മകൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, മറുപടിയൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. എല്ലാറ്റിനും മറുപടി വേണമെന്ന് ആഗ്രഹിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ തന്നെ നമുക്കത് ലഭിക്കണമെന്നില്ല. കാരണം ദൈവത്തിന് നമ്മോട് പല ചോദ്യങ്ങളും ചോദിക്കുവാനുണ്ട്. യോബിൻ്റെ ജീവിതത്തിൽ ദൈവം ചോദിക്കുന്ന പോലെ ദൈവത്തിന് പല ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുവാനുണ്ട്. അല്ലേ? അതുകൊണ്ട് ഇന്നത്തെ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, യോബിനെ പോലെ നാമും തുറന്ന് സമ്മതിക്കുക. യോബ് ഇവിടെ തുറന്ന് സമ്മതിക്കുകയാണ്, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇതായിരുന്നു യോബിനെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. എനിക്ക് അങ്ങയെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. അല്ലേ? ഇതവൻ്റെ തുറന്ന സമ്മതമാണ്. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ നമ്മോട് പറയുന്നത്, നാമും ഇതുപോലെ ദൈവസന്നിധിയിൽ നാം സമ്മതിക്കണം. എനിക്കെല്ലാം അറിഞ്ഞുകൂടാ, എനിക്കറിയാത്ത പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നടക്കുന്നു. അല്ലേ? അതുകൊണ്ട് സ്വയം സമ്മതിക്കുവാൻ, യോബിനെ പോലെ പഠിക്കുവാൻ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ്, മുൻകരുതലുകളുള്ള ഏക ദൈവം. ചൊവ്വാഴ്ചത്തെ ഹെഡിങ്, മുൻകരുതലുകളുള്ള ഏക ദൈവം. ആമുഖത്തിൽ യെശയ്യാവിൻ്റെ പ്രവചനം 55-ാം അധ്യായം 8-9 വാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. ആമുഖത്തിൽ പറയുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ. നമ്മുടെ ശാബത്ത് പാഠത്തിൽ അത് പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നൊരു വചനമാണ്. യഹോവ പറയുകയാണ്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുകയാണ്, ദൈവത്തിൻ്റെ വിചാരങ്ങളല്ല നമ്മുടെ വിചാരങ്ങൾ, ഇനി ദൈവത്തിൻ്റെ വഴികളുമല്ല നമ്മുടെ വഴികൾ. വീണ്ടും ദൈവം പറയുന്നു, ആകാശം എത്രമാത്രം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അല്ലേ? അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ വിചാരങ്ങളും നമ്മുടേതിനേക്കാൾ ഉയർന്നിരിക്കുന്നു. അല്ലേ? അതുകൊണ്ട് എല്ലാറ്റിനും ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കരുത്. എല്ലാറ്റിനും ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരുമ്പോൾ എല്ലാറ്റിനും കാരണങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിന്മകൾ വരുവാൻ ചില കാരണങ്ങളുണ്ട് എന്ന് നാം സ്വയം സമ്മതിക്കുക. ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള തിന്മകൾ കടന്നു വരുവാൻ ദൈവത്തിന് ചില കാരണങ്ങളുണ്ട് എന്ന് നാം സ്വയം സമ്മതിക്കുക. ഇവിടെ നമുക്ക് എത്രമാത്രം ദൈവത്തെക്കുറിച്ച് അറിയാം, നമുക്ക് എത്രമാത്രം ദൈവത്തെക്കുറിച്ച് അറിയാം, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം തിന്മയുടെ പ്രശ്നത്തെ തിരിച്ചറിയാം, നമുക്ക് എത്രമാത്രം തിന്മയുടെ പ്രശ്നത്തെ തിരിച്ചറിയാം. അതിനുവേണ്ടിയുള്ളൊരു മാർഗമാണ് ഇന്നത്തെ ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ്, മുൻകരുതലുകളുള്ള ഏക ദൈവം. മുൻകരുതലുകളുള്ള ഏക ദൈവം. തിന്മയെ ഞാൻ എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്നു, തിന്മയെ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഞാൻ
തിരിച്ചറിയുന്നു. ആ പ്രശ്നത്തെ ഞാൻ എത്രമാത്രം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് ആശ്രയിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പറയുന്നു. അപ്പോൾ തിന്മ എന്ന ആ വലിയ സങ്കീർണമായ പ്രശ്നത്തെ നാം തിരിച്ചറിയുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ ഒരു മുൻകരുതലുള്ള ഒരു ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. പലപ്പോഴും നമ്മുടെ അറിവുകൾ പരിമിതമാണ്, അല്ലേ? ദൈവത്തെക്കുറിച്ച് എനിക്കൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇയ്യോബ് പറയുന്നത്, സ്വയം സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അറിവുകൾ പരിമിതമാണ്. തിന്മയുമായി കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ഒരു അറിവ് പലപ്പോഴും പരിമിതമാണ്. ഇവിടെ ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയുന്നത്, നമ്മുടെ വായുവിൽ രോഗാണുക്കളുള്ളത് എല്ലാവർക്കും അറിയാം, അല്ലേ? വായുവിൽ രോഗാണുക്കളുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ആരും ഈ അണുക്കളെ കണ്ടിട്ടില്ല. വാക്കുകൾ ശ്രദ്ധിക്കുക, വായുവിൽ രോഗാണുക്കളുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല? അണുക്കളെ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അണുക്കൾ ഇല്ല എന്നല്ല. എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം അണുക്കൾ ഇല്ല എന്നല്ല. അപ്പോൾ ഓരോ തിന്മ എന്ന പ്രശ്നത്തിനും ഒരു കാരണങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിന് ആ കാരണങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ദൈവത്തിന് ഈ കാരണങ്ങളൊന്നും അറിഞ്ഞുകൂടാ എന്ന് നാം ആരും ചിന്തിക്കരുത്. ഇവിടെ പലപ്പോഴും തിന്മ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം പല ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, അല്ലേ? ഇനി ചിലരുടെയൊക്കെ വളർച്ചകൾ കാണുമ്പോൾ, തിന്മയിൽ ജീവിക്കുന്നവരുടെ വളർച്ച കാണുമ്പോഴും നാം അസൂയപ്പെടാറുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ 73-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അനേക ദൈവമക്കൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അവിടെയുണ്ട്. ദൈവമക്കൾ അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ശാബത്ത് സ്കൂൾ പാഠത്തിൽ പറയുകയാണ്, 73-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ തിന്മയും അനീതിയെയും എങ്ങനെയാണ് ആ സങ്കീർത്തനക്കാരൻ സമീപിക്കുന്നത്? തിന്മയും അനീതിയെയും എങ്ങനെയാണ് ആ സങ്കീർത്തനക്കാരൻ സമീപിക്കുന്നത്? അവൻ്റെ ധാരണ എപ്രകാരമാണ്? അവൻ ഏത് വീക്ഷണകോണിലാണത് കാണുന്നത്? എന്തൊക്കെയാണ് ദുഷ്ടന്മാരുടെ ജീവിതത്തിൽ കാണുന്നതെന്ന് ഇവിടെ ചോദിക്കുകയാണ്. ഇവിടെ 73-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ മനോഹരമായ ചില വാക്യങ്ങളുണ്ട്. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി, അല്ലേ? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആസാഫിൻ്റെ സങ്കീർത്തനമാണ്, ദുഷ്ടന്മാരുടെ ആ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അവരോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. 4-ാം വാക്യം, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം ഇന്നവർക്ക് അലങ്കാരമാലയായും ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. ദുഷ്ടന്മാരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വാ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ഇതൊക്കെ തിന്മയുടെ പ്രശ്നങ്ങളാണ്. ദുഷ്ടന്മാരുടെ ആ ജീവിത രീതി കാണുമ്പോൾ, തിന്മ പെരുകിയിട്ടും ദുഷ്ടന്മാരുടെ ജീവിത രീതി കാണുമ്പോൾ അനേക ദൈവമക്കൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇനി ദുഷ്ടന്മാർ സ്വയം ചോദിക്കുകയാണ്, ദൈവം എങ്ങനെ അറിയുന്നു ഞാൻ ചെയ്യുന്ന ദുഷ്ടത, ഞാൻ ചെയ്യുന്ന തിന്മ ദൈവം എങ്ങനെ അറിയുന്നു എന്ന് അനേക ദുഷ്ടന്മാർ ചോദിക്കുന്നു. അത്യുന്നതിന് അറിവുണ്ടോ എന്ന് അനേക ദുഷ്ടന്മാർ ചോദിക്കുന്നു, അല്ലേ? അതുകൊണ്ട് ദൈവമക്കൾക്കൊരു ചിന്തയുണ്ട്. ദുഷ്ടന്മാർ ഇത്രമാത്രം തഴച്ചു വളരുമ്പോൾ, ഞാൻ ഈ ഭൂമിയിൽ കടന്ന് തിന്മ അനുഭവിക്കുന്ന കാണുമ്പോൾ എൻ്റെ പാട്ടും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഉപവാസവും ഒക്കെ വെറുതെ ആയല്ലോ എന്നൊരു ചിന്ത അനേക ദൈവമക്കളെ ഇന്ന് ബാധിക്കുന്നുണ്ട്, അല്ലേ? ദുഷ്ടന്മാരുടെ ഈ ഇത്രമാത്രം വളർച്ച കാണുമ്പോൾ ദൈവമക്കളുടെ ഒരു ചിന്താഗതി, ഞാൻ എന്തിനു പാടുന്നു, ഞാൻ ഇത്രമാത്രം പാടിയിട്ടും എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടമല്ലേ, എൻ്റെ ഉപവാസവും എൻ്റെ കൂട്ടായ്മയും എൻ്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കാണുന്നില്ലല്ലോ, എൻ്റെ ഹൃദയത്തെ ഞാൻ ശുദ്ധീകരിച്ചത് വെറുതെ ആയല്ലോ എന്നൊക്കെ അനേകർ ചിന്തിക്കാറുണ്ട്. ഇതേ ചിന്ത സങ്കീർത്തനക്കാരനും പറയുകയാണ്. അതിൻ്റെ 13-ാം വാക്യം, 73-ാം സങ്കീർത്തനം 13-ാം വാക്യം, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ.
എന്നവൻ സ്വയം ചിന്തിക്കുകയാണ്. പക്ഷേ അവസാനമായിട്ട് ആ 73-ാം സങ്കീർത്തനത്തിൽ അവസാനം അവൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ നീതിമാനായ വ്യക്തി ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ വിശുദ്ധ മന്ദിരത്തിൽ ഒരു കാഴ്ച അവന് കാണുവാൻ കഴിയുന്നു. ദുഷ്ടന്മാരുടെ ആ ന്യായവിധി ആ വിശുദ്ധ മന്ദിരത്തിൽ അവന് കാണുവാൻ കഴിയുന്നു. ദുഷ്ടന്മാരുടെ അന്തം എന്താകും, അവസാനം എന്താകുമെന്ന് അറിയുവാൻ അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോയി. അതിലെ 18-ാം വാക്യം പറയുന്നു, നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിലാണ് അവർ ശൂന്യമായി പോയത്. അവർ മെരിച്ചുകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവെ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. അല്ലേ? ഇവിടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ ദുഷ്ടന്മാരുടെ ന്യായവിധി കണ്ണാലെ കാണുവാൻ അവിടെ കഴിയുന്നു. ദൈവം അവരെ വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. വഴുവഴുപ്പിലെ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. തെന്നുന്ന ഒരു അനുഭവമാണ് വഴുവഴുപ്പ്. നമുക്ക് ബലത്തിൽ ഉറച്ച കാലോടെ നിൽക്കുവാൻ കഴിയില്ല. ദൈവം അവരെ വഴുവഴുപ്പിൽ നിർത്തുകയാണ്. എന്നിട്ട് അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിലാണ് അവർ ശൂന്യമായി പോയത്. അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലേ? എത്രമാത്രം വേദനകൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോഴും നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദുഷ്ടൻ പുഷ്ടി പ്രാപിക്കുമ്പോൾ, അവൻ്റെ കണ്ണ് ഉന്തി നിൽക്കുമ്പോൾ, അവൻ മറ്റുള്ളവരെ അധികാരത്തിലൂടെ ബലാത്കാരം ചെയ്യുമ്പോൾ നീ അത് വ്യസനിക്കേണ്ട കാര്യമില്ല. കാരണം അവനൊരു ന്യായവിധി വരുവാൻ പോകുന്നു. നമുക്ക് എങ്ങോട്ട് കടന്നു വരാം? വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വരാം. ഇങ്ങനെയുള്ളൊരു അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് എങ്ങോട്ട് കടന്നു വരാം? വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വരാം. വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വരുമ്പോൾ ദുഷ്ടന്മാരുടെ അന്ത്യ ന്യായവിധി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ആ തിന്മയെ നാം തിരിച്ചറിയുമ്പോൾ, അല്ലേ, തിന്മയെ നാം തിരിച്ചറിയുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ നമുക്കൊരു കരുതുന്ന ദൈവമുണ്ട് എന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള പ്രതിരോധം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള പ്രതിരോധം. നമ്മൾ ചൊവ്വാഴ്ച പഠിച്ചത് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞ വചനമാണ്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളേക്കാൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളേക്കാൾ എന്ത് ചെയ്തിരിക്കുന്നു? ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് ബുധനാഴ്ചത്തെ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ വഴികളും നമ്മുടെ ചിന്തകളും മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. പക്ഷേ ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ ചിന്തകളും ഒരു മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയണമെന്നില്ല. വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ ചിന്തകളും നമ്മെക്കൊണ്ട് ഉയർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് എങ്കിലും ഇന്നത്തെ പാഠം പറയുന്നത്, ബുധനാഴ്ചത്തെ പാഠം പറയുന്നത്, എങ്കിലും ഈ തിന്മയുടെ പ്രശ്നത്തെ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയും. തിന്മയുടെ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയും. എങ്ങനെ? ഈ തിന്മ എന്ന വലിയ ആ മുഷിപ്പിക്കുന്ന പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കുവാൻ കഴിയും? അതാണ് പാഠത്തിൻ്റെ ഹെഡിങ്. സ്വതന്ത്ര ഇച്ഛാശക്തിയോടെ, സ്വതന്ത്രമായ ഇച്ഛാശക്തിയോടെ തിന്മ എന്ന വലിയ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയും. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവം അവന് സ്വതന്ത്ര ഇച്ഛാശക്തി കൊടുത്തു, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. അല്ലേ? മനുഷ്യന് ആ ഒരു വലിയൊരു ഭാഗ്യം ദൈവം നൽകി. അതുകൊണ്ട് തിന്മ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ പഴിചാരേണ്ട ആവശ്യമില്ല. തിന്മ ജീവിതങ്ങളിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ പഴിചാരേണ്ട ആവശ്യമില്ല. കാരണം അതിനെല്ലാം കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. ജീവിതത്തിൽ തിന്മ കടന്നു വരുമ്പോൾ ദൈവത്തെ പഴിചാരിയിട്ട് കാര്യമില്ല. മറിച്ച് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ഇങ്ങനൊരു അനർത്ഥം, ഇങ്ങനൊരു വേദന, പ്രയാസം നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ഇച്ഛാ സ്വാതന്ത്ര്യം നാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിലാണ് തിന്മയെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയുന്നത്.
നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ആ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ, ഇച്ഛ മീൻസ് ആഗ്രഹം, ആഗ്രഹത്തോടുള്ള ആ സ്വാതന്ത്ര്യത്തെ നാം എങ്ങനെയാണത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്? ആ ബുദ്ധിപൂർവ്വം നാം ആ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ തിന്മയെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയും. ഈ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായ C.S. ലേവിസ് അദ്ദേഹം പറയുന്നത്, യാന്ത്രികമായ ഒരു ലോകത്ത് യന്ത്രങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന സൃഷ്ടികളെ അല്ല ദൈവം സൃഷ്ടിച്ചത്. C.S. ലേവിസ് തൻ്റെ എഴുത്തിൽ പറഞ്ഞിട്ടിരിക്കുന്നത്, യാന്ത്രികമായ ഒരു ലോകത്ത് യന്ത്രങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ഒരു സൃഷ്ടികളെ അല്ല, അല്ലെങ്കിൽ മനുഷ്യനെ അല്ല ദൈവം സൃഷ്ടിച്ചത്, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ രൂപകൽപ്പനയിൽ ദൈവം അവനെന്ത് നൽകി? ഇച്ഛ സ്വാതന്ത്ര്യം നൽകി. പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ഐക്യപ്പെടുവാനും ഒക്കെയുള്ളൊരു സ്വാതന്ത്ര്യം മനുഷ്യന് സൃഷ്ടിപ്പിൻ്റെ നാൾ തന്നെ നൽകി. അവന് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ആദാമിനോടും ഹവ്വയോടും ദൈവം പറയുന്നൊരു വചനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതാണ് ആദാമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞ അരുളപ്പാട്, അല്ലേ? എന്ന് വെച്ചാൽ അവനോട് പറഞ്ഞത് എന്താണ്? ഈ തോട്ടത്തിൽ നിൽക്കുന്ന സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, സ്വാതന്ത്ര്യം, ഇഷ്ടം പോലെ തിന്നാം, ഇച്ഛോ സ്വാതന്ത്ര്യം നൽകി. പക്ഷേ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ എന്ത് ചെയ്യരുത്? തിന്നരുത്, തിന്നുന്ന നാളിൽ നീ എന്ത് ചെയ്യും? മരിക്കും. അപ്പം ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അവനെന്ത് നൽകി? സ്വാതന്ത്ര്യം നൽകി, ഇച്ഛാ സ്വാതന്ത്ര്യം നൽകി, അല്ലേ? ആ ഇച്ഛാ സ്വാതന്ത്ര്യം ആദാമും ഹവ്വ എന്ത് ചെയ്തു? ദുരുപയോഗം ചെയ്തു. ആ ദുരുപയോഗം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ജീവിതത്തിൽ എന്ത് കടന്നു വന്നത്? തിന്മ കടന്നു വന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്, അല്ലേ? ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഇച്ഛാ സ്വാതന്ത്ര്യം, തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യം നാം ദുരുപയോഗം ചെയ്യാറുണ്ട്. ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ തിന്മ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുന്നത്. അതുകൊണ്ട് തിരുവെഴുത്തിലുടനീളം ഈ ഇച്ഛാ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. തിരുവെഴുത്തിലുടനീളം ബൈബിൾ മുഴുവനായി നാം വായിക്കുമ്പോൾ പല ഭാഗങ്ങളിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഇച്ഛാ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുകയാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ, ഒരു കണ്ടീഷനാണ്, അല്ലേ? നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായിട്ട് പാലിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും, അല്ലേ? ഇതൊക്കെ അനുസരിക്കുകയാണെങ്കിൽ ഇച്ഛാ സ്വാതന്ത്ര്യം നൽകുകയാണ്. നിനക്ക് ഒന്നുകിൽ അനുസരിക്കാം, അല്ലെങ്കിൽ നിനക്ക് അനുസരിക്കാതിരിക്കാം. അവന് സ്വാതന്ത്ര്യം നൽകി. അനുസരിക്കുകയാണെങ്കിൽ ദേശത്തിൻ്റെ നന്മ നീ അനുഭവിക്കും, അല്ലേ? കൂടാതെ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 14-15 വാക്യങ്ങൾ, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 14-15 അതിപ്രകാരം പറയുന്നു, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. യോശുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞൊരു വചനമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ ഇപ്പോൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. പക്ഷേ യോശുവ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, അല്ലേ? അവിടെയും ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ്, അല്ലേ? ദൈവത്തെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി സേവിപ്പീൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും, അല്ലേ? വീണ്ടും സങ്കീർത്തനം 81-ാം സങ്കീർത്തനം 11 മുതൽ 14 വരെ, സങ്കീർത്തനം 81 11 മുതൽ 14 വരെ, എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല, അതുകൊണ്ട്
അവൻ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികൾ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. മറിച്ച് ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് ദൈവം അത് പിന്നോട്ട് വലിച്ചു, അല്ലേ? അപ്പം ഇവിടെ ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമുക്ക് എല്ലാവർക്കും എന്ത് നൽകി? ഇച്ഛാ സ്വാതന്ത്ര്യം നൽകി. ആദാമിനും ഹവ്വയ്ക്കും ആ ഇച്ഛാ സ്വാതന്ത്ര്യം നൽകി, അല്ലേ? പക്ഷേ അവരുടെ ജീവിതത്തിൽ അതിനെ ദുരുപയോഗം ചെയ്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നു? തിന്മ കടന്നു വന്നു. അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് C.S. ലേവീസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത് പോലെ നമ്മെ ഒരു യാന്ത്രികമായ ലോകത്ത് യന്ത്രങ്ങളെ പോലെ പ്രവർത്തിക്കുവാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഇവിടെ യന്ത്രം പോലെ നാം ആകരുത്, അല്ലേ? യന്ത്രത്തിന് മനസ്സില്ല. റോബോട്ടിന് മനസ്സുണ്ടോ? റോബോട്ട് എന്ന യന്ത്രത്തിന് മനസ്സുണ്ടോ? ഇല്ല. മനുഷ്യനെ പോലെ മനസ്സുണ്ടോ? ഇല്ല. അത് യാന്ത്രികമാണ്, അല്ലേ? അങ്ങനെ ഒരു യാന്ത്രികമായി ജീവിക്കുവാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. നമുക്കെന്ത് നൽകി? ഇച്ഛ സ്വാതന്ത്ര്യം നൽകി. ഇവിടെ ഐബോ എന്ന് വിളിക്കുന്ന ഒരു റോബോട്ട് നായയെ സോണി എന്ന് പറയുന്നതായ അറിയപ്പെടുന്ന കമ്പനി നിർമ്മിക്കുകയുണ്ടായി. ഒരു ഉദാഹരണം പറയുകയാണ്. ഐബോ എന്ന് വിളിക്കുന്ന ഒരു റോബോട്ട് നായയെ അല്ലെങ്കിൽ പട്ടിയെ സോണി കോർപ്പറേഷൻ ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ അതൊരു ഒറിജിനൽ നായയെപ്പോലെ തന്നെ ഇരിക്കുകയാണ്, ഒറിജിനൽ നായയെപ്പോലെയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത, ഈ നായ്ക്ക് രോഗം വരികയില്ല. ഈ റോബോട്ട് നിർമ്മിച്ചതായ ഈ നായ്ക്ക് രോഗമില്ല. ആ പട്ടിക്ക് അല്ലെങ്കിൽ ആ നായ്ക്ക് പട്ടികൾക്ക് കാണുന്ന ചെള്ള് കയറുകയില്ല. മറ്റുള്ള പട്ടികൾ കടിക്കും പോലെ ഈ പട്ടി കടിക്കുകയില്ല. ഈ പട്ടിക്ക് മൃദുവായ രോമങ്ങളില്ല. പക്ഷേ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം, മാംസവും രക്തവുമുള്ള നമ്മുടെ നായയെ ഈ റെയ്ബോ എന്ന് പറയുന്നതായ റോബോട്ട് നായ്ക്ക് നൽകുമോ? നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം, മാംസവും രക്തവുമുള്ള ഒരു നായയെ, ഈ റോബോട്ട് നായയെ വാങ്ങുവാൻ വേണ്ടി നാം നൽകുമോ എന്ന് നമ്മോട് ഇന്നത്തെ പാഠത്തിൽ ചോദിക്കുകയാണ്, അല്ലേ? എത്ര അപകട സാധ്യതകൾ ഈ ജീവനുള്ള നായ കാരണം ഉണ്ടായെങ്കിൽ പോലും ഒരിക്കലും യാന്ത്രികമായിട്ടുള്ള നായയെ നാം ആരും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠത്തിൽ പറയുകയാണ്, തിന്മ എന്ന വലിയ പ്രശ്നത്തെ പ്രതിരോധിക്കുവാൻ, പാഠത്തിൻ്റെ ഹെഡിങ് നോക്കിക്കേ, ബുധനാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് തിന്മ എന്ന വലിയ പ്രശ്നത്തെ പ്രതിരോധിക്കുവാൻ നമുക്ക് വേണ്ടത് സ്വതന്ത്രമായി ദൈവം നമുക്ക് നൽകിയ ഇച്ഛാ സ്വാതന്ത്ര്യമാണ്. ആ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ ദൈവത്തിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മനുഷ്യൻ പ്രയോജനപ്പെടുത്തുമ്പോൾ തിന്മ എന്ന വലിയ വിഷയത്തെ എന്നേക്കുമായി നമുക്ക് പരിഹരിക്കുവാൻ കഴിയും. മറിച്ച് ആ തിന്മ എന്ന വലിയ വിഷയത്തെ നാം പ്രതിരോധിക്കുന്നതിന് പകരം ആ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ നാം ദുരുപയോഗം ചെയ്യുമ്പോൾ ഈ പ്രശ്നം മേൽക്കുമേൽ ഉയർന്നു വരുന്നതായി കാണും. അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠത്തിൽ പറയുന്നു, തിന്മ എന്ന വലിയ പ്രശ്നത്തെ പ്രതിരോധിക്കുവാൻ, പരിഹരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തുവാൻ ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് സ്നേഹവും തിന്മയും. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് സ്നേഹവും തിന്മയും. ബുധനാഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ദൈവം സൃഷ്ടികൾക്ക് ഇച്ഛാ സ്വാതന്ത്ര്യം നൽകി, അല്ലേ? ഇച്ഛാ സ്വാതന്ത്ര്യം നൽകുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെയാണത് സൂചിപ്പിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ, ആദാമും ഹവ്വയും മുതൽ തന്നെ ആ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്തു? ദുരുപയോഗം ചെയ്തു. അതിൻ്റെ ഫലമായി തിന്മ ഉടലെടുക്കുവാൻ
കാരണമായി. ഇന്ന് അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവം എന്തുകൊണ്ട് തിന്മയെ അനുവദിക്കുന്നു? നിരീശ്വരവാദികളും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും ദൈവമക്കളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവം എന്തുകൊണ്ട് തിന്മയെ അനുവദിക്കുന്നു? ദൈവം തിന്മയെ അനുവദിച്ചാൽ പോലും വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തിന്മയെ വെറുക്കുകയും ചെയ്യുന്നു. തിന്മയെ അനുവദിക്കുന്നുവെങ്കിൽ പോലും ദൈവം തീക്ഷ്ണമായി തന്നെ തിന്മയെ വെറുക്കുകയും ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ ചോദിക്കുന്നത്, ദൈവത്തെ നാം തെറ്റായി മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും ഭൂമി ഇരുട്ടലായി പോകുന്നു. ഡിസയർ ഓഫ് ഏജസിൽ എലൻ ജി വൈറ്റിൻ്റെ ലേഖനം പേജ് 22 പറയുന്നത്, ഡിസയർ ഓഫ് ഏജസ് യുഗങ്ങളുടെ പ്രത്യാശ, പേജ് 22 എലൻ ജി വൈറ്റിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തെ നാം പലപ്പോഴും തെറ്റായി മനസ്സിലാക്കുന്നതിൻ്റെ ഫലമായി ഭൂമി ഇരുട്ടിലായി പോകുന്നു. ഈ ഇരുട്ട് തുടച്ചു നീക്കുന്നതിനും ലോകത്തെ തിരികെ ആ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിനും, അല്ലെങ്കിൽ ആദാം ഹവ്വയിൽ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതായ ആ വെളിച്ചത്തെ തിരിച്ച് കൊണ്ടുവരുന്നതിനും സാത്താൻ്റെ ആ തന്ത്രങ്ങളെ ഈ ലോകത്തിൽ ഉയർത്തി കാണിക്കുന്നതിനും സ്നേഹത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് എലൻ ജി വൈറ്റ് പറയുന്നു. ഒരിക്കലും ബലപ്രയോഗത്തിലൂടെ തിന്മയെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. തിന്മയെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ സ്നേഹത്തിലൂടെ മാത്രമേ കഴിയൂ. സ്നേഹത്തിലൂടെയുള്ള സേവനത്തിലൂടെ മാത്രമേ തിന്മയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയൂ. കാരണം സ്നേഹം ഒരിക്കലും കൽപ്പിക്കുകയില്ല, സ്നേഹം ഒരിക്കലും ബലം കൊണ്ട് അധികാരം നടത്തുകയില്ല. അതുകൊണ്ട് സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് സ്നേഹത്തെ ഉളവാക്കുവാൻ കഴിയും. അതുകൊണ്ട് തിന്മയെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ സ്നേഹത്തിലൂടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഇച്ഛാ സ്വാതന്ത്ര്യമില്ലാതെ സ്നേഹമില്ല, ഇച്ഛാ സ്വാതന്ത്ര്യമുള്ളിടത്തെ സ്നേഹമുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, ദൈവം ആരംഭവും അവസാനവും അറിയുന്നു, അല്ലേ? ദൈവം ആരംഭവും അവസാനവും അറിയുന്നു. അഖിലാണ്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ദൈവം ആരംഭവും അവസാനവും അറിയുന്നു. പക്ഷേ അന്ധകാരത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ല, അല്ലേ? കാരണം നാം അന്ധകാരത്തിലാണ്, നാം തിന്മയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് അത് കാണുവാൻ കഴിയുന്നില്ല. പക്ഷേ ദൈവത്തിന് നമ്മുടെ ആരംഭവും അവസാനവും അറിയാം, അല്ലേ? അതുകൊണ്ട് യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു നിത്യ പരമാനന്ദമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക്, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്യുന്ന ഒരു നിത്യ പരമാനന്ദ സത്യമുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നമ്മളിൽ ഓരോരുത്തരിലും വെളിപ്പെടുവാനുള്ള ആ തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലുണ്ടാകുന്ന തിന്മ എന്ന് പറയുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു, അല്ലേ? അതുകൊണ്ട് വ്യാഴാഴ്ചത്തെ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിന് ആരംഭവും അവസാനവും അറിയാം, അല്ലേ? ഈ ആരംഭവും അവസാനം ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട്, അല്ലേ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ഈ തിന്മയെ ഒഴിവാക്കുവാൻ സ്നേഹത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഒരിക്കലും ബലപ്രയോഗത്തിലൂടെ തിന്മയെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് സ്നേഹത്തിലൂടെ നമുക്ക് തിന്മയെ ഒഴിവാക്കുവാൻ കഴിയും. കാരണം യേശു ക്രൂശിൽ അനുഭവിച്ച തിന്മ നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? കർത്താവിന് അനുഭവിപ്പാൻ പോകുന്ന കഷ്ടപ്പാടിനെക്കുറിച്ച് കർത്താവിന് അറിയാമായിരുന്നു, അല്ലേ? കർത്താവ് അത് മുഖാമുഖം കണ്ടു. എന്നിട്ട് പോലും സന്തോഷത്തോടെ, സ്നേഹത്തോടെ ആ തിന്മയെ നേരിട്ടു. ഇതാണ് ദൈവമക്കൾക്ക് ആവശ്യം. സ്നേഹത്തോടെ മാത്രമേ തിന്മയെ നേരിടുവാൻ സാധിക്കുകയുള്ളൂ. വെളിപാടിൻ്റെ പ്രവചനം 21-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു. വെളിപാടിൻ്റെ പ്രവചനം 21-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറയുന്നു, സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി
അവരോടുകൂടി ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അല്ലേ? തിന്മ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം അവിടെ കേട്ടു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം അവരോടുകൂടെ വസിക്കും. അല്ലേ? നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ജനമായിരിക്കും. ദൈവം നമ്മുടെ ദൈവമായി നാം അവരോടുകൂടി ആയിരിക്കും. ദൈവം നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അല്ലേ? മനപ്പാഠവാക്യത്തിൽ പറഞ്ഞതുപോലെ, അല്ലേ, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനിയുണ്ടാകില്ല. കാരണം എന്താണ്? ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. തിന്മ എന്ന വലിയ സങ്കീർണമായ പ്രശ്നം എന്നേക്കുമായി ദൈവം പരിഹരിക്കുന്ന ഒരു വിധമാണ് വെളിപാടിൻ്റെ പ്രവചനം 21-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അതുകൊണ്ട് അനേക നിരീശ്വരവാദികൾ ഇന്ന് ഈ ചോദ്യം ചോദിക്കുന്നു. അല്ലേ? അനേകർ ചോദിക്കുന്നൊരു കാര്യം, എന്തുകൊണ്ട് ഇതൊക്കെയും സംഭവിക്കുന്നു? ദൈവം ഇതൊന്നും കാണുന്നില്ലയോ? ദൈവമക്കളും ഇതേ ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കുന്നു. അപ്പോൾ ഇയ്യോബിനെ പോലെ നമുക്ക് പറയാം, ദൈവമേ, അങ്ങയെക്കുറിച്ച് എനിക്കൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അറിഞ്ഞുകൂടാത്ത പല ചോദ്യങ്ങളും അങ്ങയോട് ചോദിച്ചത്. അല്ലേ? അതുകൊണ്ട് ദൈവമേ, അങ്ങയെക്കുറിച്ച് എനിക്കൊരു കേൾവി മാത്രമേ ഉള്ളൂ. ഞാൻ ഇത്രമാത്രം തിരിച്ചറിയുന്നു. തിന്മയെക്കുറിച്ച് ഞാൻ ഇത്രമാത്രം തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി കരുതുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അനുകൂലമായ ഇച്ഛാശക്തിയോടുകൂടി തിന്മ എന്ന വലിയ വിഷയത്തെ പരിഹരിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. ഈ പാഠം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും സ്നേഹത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക. ഇത് അനേകർക്ക് വെളിച്ചവും സാക്ഷിയുമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ട് എങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. തുടർന്ന് ഇതിലൂടെ വരുന്നതായ ശാം സ്കൂൾ പാഠങ്ങൾ അനേകർക്ക് നന്മയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിൽ പിതാവേ, തിരുനാമത്തിനെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായി നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, നല്ല നല്ല പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അനേക ദൈവമക്കൾ ചോദിക്കുന്ന ഒരു വലിയ സങ്കീർണമായ വിഷയത്തെക്കുറിച്ച് ഇന്ന് പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, തിന്മ എന്ന് പറയുന്ന ആ വലിയ വിഷയം അനേകരെ വിഷമത്തിലാക്കുമ്പോൾ, വേദനയിൽ കടന്നു കൊണ്ടുവരുമ്പോൾ അതിനെ പരിഹരിക്കുവാൻ ഇന്നത്തെ പാഠത്തിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇച്ഛാ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുവാൻ ഇന്നത്തെ പാഠത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. അനുകൂലമായ സാഹചര്യത്തിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തിന്മ എന്ന വലിയ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ക്രിയ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇയ്യോബിനെ പോലെ ചോദ്യങ്ങൾ ചോദിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാതെ ദൈവമാരെന്ന് തിരിച്ചറിയുവാനും, ഞങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങളെന്നും ഞങ്ങളുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികളെന്നും സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കീഴ്പ്പെടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പലപ്പോഴും ഞങ്ങൾ അനേക ചോദ്യങ്ങൾ ചോദിക്കുന്നുവെങ്കിലും കർത്താവെ, കൃമികളായ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങളായിരിക്കുന്ന പിതാവേ, അതിനായി ഇയ്യോബിനെ പോലെ ഒരു കേൾവി മാത്രമേ അങ്ങയെക്കുറിച്ച് ഉള്ളൂ എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. അനേകരുടെ വെളിച്ചത്തിനായി, സാക്ഷ്യത്തിനായി ഈ ചാനൽ ഒതുകുവാൻ സഹായിക്കണമേ. ചോദിക്കുന്ന കുറവുകളാണെങ്കിലും അധികമായ നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. എളിയാഞ്ജന കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ. ആമേൻ.